ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നീൽസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സുകാരുടെ 4th ചാപ്റ്ററും 5th ചാപ്റ്ററും ആണ് കേട്ടോ. 4th ചാപ്റ്റർ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററും പിന്നെ 5ാമത്തെ ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്ററും ആണ് കേട്ടോ. രണ്ടും തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. കണക്ട് ചെയ്തൊന്നും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം 2 ചാപ്റ്റേഴ്സ് വീതമാണ് SCRT തീർക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഏകദേശം 7th സ്റ്റാൻഡേർഡുകാരുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ അതിന് ഏകദേശം ഒരു 2 ചാപ്റ്ററും കൂടി നമുക്കുള്ളൂ. അപ്പോൾ ഇതുവരെ 7ാം ക്ലാസ്സുകാരുടെ ചാപ്റ്റേഴ്സ് പഠിച്ചതൊക്കെ വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യേണ്ടതാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് ഏറ്റവും കൂടുതൽ കണ്ടന്റ്സ് വരുന്നതും ഈ 7ാം ക്ലാസ്സുകാരുടെ ചാപ്റ്ററിൽ നിന്നാണ്. അതുകൊണ്ടാണ് നോക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമുക്ക് പറയേണ്ട വ്യക്തി ആരാന്നറിയോ? രാജാറാം മോഹൻ റോയിനെ കുറിച്ചാണ് ആദ്യമായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. ആരാണ് ഈ രാജാറാം മോഹൻ റോയ്? നിങ്ങൾക്കറിയോ ആരാണ് രാജാറാം മോഹൻ റോയ് എന്ന്? കേട്ടിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹം നമ്മളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മളിൽ ആരാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് നവോത്ഥാനത്തിന്റെ പിതാവാണ്. അദ്ദേഹത്തിനെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ രാജാറാം മോഹൻ റോയെ പറ്റിയിട്ട് ഫസ്റ്റ് പഠിക്കുന്ന ഒരു ഫാക്ട് ഏതാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. അതാരാണ്? രാജാറാം മോഹൻ റോയ്. അതേപോലെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമാണ് സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഈ സതിക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്താൻ ഒരു കഥയുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് ചെറുപ്പത്തിലെ മരണപ്പെട്ടതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ദിവസം ജ്യേഷ്ഠൻ മരണപ്പെടുകയുണ്ടായി. അപ്പൊ ഈ ലോകത്തിന് അദ്ദേഹത്തിന് സ്വന്തം എന്ന് പറയാൻ തന്റെ ചേട്ടത്തിയമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് ഈ സതി എന്ന് പറയുന്ന ദുരാചാരം നിലനിന്നതിനാൽ സ്വന്തം ചേട്ടത്തി അമ്മയെ തീയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി ചുട്ടുകൊല്ലുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. ആർക്ക്? രാജാറാം മോഹൻ റോയ്ക്ക്. അതിനുശേഷമാണ് അദ്ദേഹം ഈ സതി എന്ന് പറയുന്ന ദുരാചാരത്തെ എന്നേക്കുമായിട്ട് ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതാക്കണം എന്നുള്ള പ്രതിജ്ഞ എടുത്ത് അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? രാജാറാം മോഹൻ റോയ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു വില്യം ബെന്റിക് പ്രഭു. അതായത് രാജാറാം മോഹൻ റോയുടെ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്നു ആര്? വില്യം ബെന്റിക് പ്രഭു എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ഏതാണെന്നറിയോ? ബ്രഹ്മ സമാജം. ഒരുപാട് സമാജങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓരോ സമാജങ്ങളും ആ സമാജങ്ങൾ കണ്ടെത്തിയ സ്ഥാപിച്ച വ്യക്തികളെയും സെപ്പറേറ്റഡ് ആയിട്ട് എടുത്തെടുത്ത് പഠിക്കുക. അവരുടെ ഫാക്ട്സിന്റെ കൂടെ പഠിക്കാതെ ഓരോ സമാജത്തിന്റെ ആൾക്കാരെ സെപ്പറേറ്റഡ് ആയിട്ട് പുറത്തെടുത്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഈ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന അതേതാണ്? ബ്രഹ്മസമാജം. ബ്രഹ്മസമാജമാണ് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന എന്ന് പറയുന്നത്. പിന്നെ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്, അതായത് യാതൊരുവിധ ഐക്യവും ഇല്ലാതെ ഇന്ത്യക്കാർ മുന്നോട്ട് പോവാൻ ഉണ്ടാവുന്ന കാരണം എന്ന് പറയുന്നത് ജാതി സമ്പ്രദായമാണ് എന്ന് വിശ്വസിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? രാജാറാം മോഹൻ റോയ്. അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്ന പൊതു സന്ദേശം പ്രചരിപ്പിച്ചതും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അതായത് എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ മതങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഒരേപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് എന്ന് വിശ്വസിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. പിന്നെ സതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619 എന്ന പുസ്തകം രചിച്ചത് വില്യം ഫോസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ വില്യം ഫോസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി സതിയെ കുറിച്ചിട്ട് ഒരു പുസ്തകം എഴുതുകയുണ്ടായി. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619. ഈ ഒരു കാലഘട്ടത്തിലാണ് സതി നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ 1583 to 1619 എന്ന് എടുത്ത് വിശേഷിപ്പിച്ചിട്ട് ആ ബുക്കിൽ പറയാനുണ്ടായ കാരണം. അപ്പൊ ആ ഒരു ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619 എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? വില്യം ഫോസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരു വിദേശിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് രാജാറാം മോഹൻ റോയെ കുറിച്ച് ഒന്നും കൂടി നോക്കല്ലേ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലേ?
രാജാ റാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. സതി, ശൈശവ വിവാഹം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്ന പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് പ്രഭു. രാജാ റാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ഇമ്പോർട്ടന്റ് ബ്രഹ്മ സമാജ്. ബ്രഹ്മ സമാജ് സ്ഥാപിച്ചത് ആരാണ്? രാജാ റാം മോഹൻ റോയ്. സതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619 എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വില്യം ഫോസ്റ്റർ. വില്യം ഫോസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത്രയുമാണ് രാജാ റാം മോഹൻ റോയെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറയാം. ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി? ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ. ഈ സ്വാമി ദയാനന്ദ സരസ്വതിയും ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ആര്യ സമാജം എന്ന് പറയുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടന ഏതാണ്? ആര്യ സമാജം. അതാണ് ഞാൻ പറഞ്ഞത്, സമാജങ്ങൾ മാറിപ്പോകരുത് എന്നുള്ളത്. രാജാ റാം മോഹൻ റോയ് സ്ഥാപിച്ചത് ബ്രഹ്മ സമാജമാണെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചത് എന്താണ്? ആര്യ സമാജമാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ ഇത്രയും അതൊരു 3 പോയിന്റ്സ് എന്താണ് സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറയുന്നുള്ളൂ. അത് ഇതൊക്കെയാണ്. ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ്. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ആര്യ സമാജം. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണെന്നോ അതേപോലെ ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണെന്നുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു നോക്കേണ്ടത് കേട്ടോ. അടുത്ത നമുക്ക് ജ്യോതിറാവു ഫൂലെ പരിചയപ്പെടാം. ജ്യോതിറാവു ഫൂലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫൂലെ. ഇവരെയൊക്കെ പോലെ തന്നെ അദ്ദേഹവും വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു, ജാതി വ്യവസ്ഥയെ എതിർക്കുകയൊക്കെ ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ജ്യോതിറാവു ഫൂലെ. എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്? 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്. പിന്നെ അധംസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് എന്താണ് പ്രാമുഖ്യം, അതായത് ഇമ്പോർട്ടൻസ് നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫൂലെ. പിന്നെ ജ്യോതിറാവു ഫൂലെ സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്, അത് സത്യശോധക് സമാജ് ആണ്. എന്താണ് അതിന്റെ പേര്? ജ്യോതിറാവു ഫൂലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. അപ്പൊ 3 സമാജങ്ങൾ നമ്മളിപ്പോ ഇവിടെ പഠിച്ചു. ഏതൊക്കെയാണ്? രാജാ റാം മോഹൻ റോയ് ബ്രഹ്മ സമാജ്, സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ്, ജ്യോതിറാവു ഫൂലെ സത്യശോധക് സമാജ്. ഇത് 3ഉം മാറി പോവാതിരിക്കാൻ കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. എന്നാ പിന്നെ മാറി പോവാനുള്ള ചാൻസ് ഉണ്ടാകൂല. നല്ലോണം മനസ്സിൽ എഴുതി പതിപ്പിക്കുക. അപ്പോ ഇത്രയുമാണ് ജ്യോതിറാവു ഫൂലെയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്. അധംസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ജ്യോതിറാവു ഫൂലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പണ്ഡിത രമാബായി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ്. ഒരു സ്ത്രീ എന്നല്ല, ഒരു സ്ത്രീ ശക്തിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പണ്ഡിത രമാബായി സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന, ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടനയാണ് ആര്യ മഹിളാ സഭ.
വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അപ്പൊ പണ്ഡിത രമാബായിയെ പറ്റി എന്താണ് പറയുന്നത്? 2 ഫാക്ട്സ് ആണ്. അതായത് അതിൽ കൂടുതലൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് ഫാക്ട്സ് മാത്രമേ എടുത്ത് പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ചോദിക്കാൻ കൂടുതൽ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചു. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഇതൊക്കെ ആരാണ്? പണ്ഡിത രമാബായി ആണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സർ സെയ്ദ് അഹമ്മദ് ഖാനെയാണ്. സർ സെയ്ദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അത് സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് കേട്ടോ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച വ്യക്തിയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇപ്പൊ ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അറിയപ്പെടുന്നത് അലിഗഡ് മുസ്ലിം സർവകലാശാല എന്നാണ് കേട്ടോ. നിങ്ങൾ പലവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, അലിഗഡിലാണ് പഠിക്കുന്നത് അങ്ങനെയൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയാണ് ഇപ്പൊ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അറിയപ്പെടുന്നത്. സ്ഥാപിച്ചത് ആരായിരുന്നു? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. അപ്പോൾ സർ സെയ്ദ് അഹമ്മദ് ഖാനെ പറ്റിയിട്ട് എന്താ? മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് അലിഗഡ് മുസ്ലിം സർവകലാശാല എന്നാണ്. അതായത് ഇദ്ദേഹം ഈ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഊന്നൽ കൊടുക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ ജാതിയായി കണ്ടതുകൊണ്ട് മാത്രമല്ല. അതായത് ഒരുപാട് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമായിരുന്നു അന്നത്തെ കാലത്ത് മുസ്ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനു മുന്നത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അവർക്ക് എന്താണ് തന്റെ ഉമിനീരൊന്ന് തുപ്പിക്കളയണമെങ്കിൽ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു കാലഘട്ടം മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. തുപ്പാണെങ്കിൽ വീടിന്റെ ഉള്ളിൽ ഇരുന്ന് തുപ്പിക്കോണം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം കൊണ്ടുവരാൻ ഈ സർ സെയ്ദ് അഹമ്മദ് ഖാനെ പോലുള്ള വ്യക്തികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീകളും, അതായത് എസ്പെഷ്യലി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങണം, വിദ്യാഭ്യാസം നേടണം, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച പല മുസ്ലിം സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്. അതിൽ ഒരാളാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം സ്ഥാപിച്ച കോളേജാണ് ഈ പറയുന്ന മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഇപ്പൊ അലിഗഡ് മുസ്ലിം സർവകലാശാല അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നു. അവിടെ ഇന്ന് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്നു, ഉയർന്ന നിലകളിൽ എത്തുന്നു. അപ്പോ ഇതൊക്കെ നമുക്കിപ്പോ നേടിത്തന്ന പല സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ അവകാശങ്ങളും അതിന്റെ പിന്നിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അത് ഇന്നോ ഇന്നലെയോ ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ പൊട്ടി പൊളച്ചതൊന്നുമല്ല. ഇവരുടെയൊക്കെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളുമാണ് അതിന്റെ പിന്നിൽ ഉള്ളത്. അപ്പോ അടുത്തതായിട്ട് സർ സെയ്ദ് അഹമ്മദ് ഖാൻ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞിരുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെ യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. കണ്ടോ, അദ്ദേഹം പറഞ്ഞതാണ്. സർ സെയ്ദ് അഹമ്മദ് ഖാൻ പറഞ്ഞത് പണ്ട് കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭയങ്കര ശത്രുതയിലായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ പോലും ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തെ പോലുള്ള നവോത്ഥാന നായകന്മാര് ശ്രമിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. അത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ പറഞ്ഞ ഒരു കാര്യമാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലെ? കേൾക്കാത്തവരാരും ഉണ്ടാവില്ല സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ട്. അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമാണ്, കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നുള്ളത് അല്ലെ? സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വാചകമാണ് എന്ത്? അദ്ദേഹമാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അദ്ദേഹം അങ്ങനെ വിളിക്കാനുണ്ടായ കാരണം അറിയാലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഒരുപാട് ജാതി വ്യവസ്ഥ മറ്റേത് കുറിച്ചേതെന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചനീചത്വങ്ങളൊക്കെ നിലനിന്നിരുന്നത് കൊണ്ടാണ് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നുള്ളത് സ്വാമി വിവേകാനന്ദൻ പറയാനിടയായ കാരണം. സ്വാമി വിവേകാനന്ദൻ എന്താണ് ചെയ്തത്? ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ.
ജാതീയമായ ഉച്ചനീചത്വങ്ങളെ അദ്ദേഹം എതിർക്കുകയും പിന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തു. പിന്നെ വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദ. വിശ്വസാഹോദര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഒരു ആശയമാണ് വിശ്വസാഹോദര്യം എന്ന് പറയുന്നത്. ആ വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു എന്നറിയാം നിങ്ങൾക്ക്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനെ പറ്റിയിട്ട് അല്ലാതെ തന്നെ പല ഇതിലും സെപ്പറേറ്റഡ് ആയിട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ട് വരലുണ്ട് കേട്ടോ. അത് ഇനിയിപ്പോ നമുക്ക് നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹം അതിൽ കടന്നു വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മഹത്വം പറയുകയാണെങ്കിൽ, ഒരിക്കല് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു അമ്മയും കുഞ്ഞും ഒരു കാര്യം ഉണർത്തിച്ചുകൊണ്ട് വരികയുണ്ടായി. അതായത് ആ അമ്മ പറഞ്ഞു ശ്രീരാമകൃഷ്ണ പരമഹംസനോട്, എന്റെ മകന് അമിതമായ മധുരം കഴിക്കുന്ന ഒരു ദുശീലമുണ്ട്. സ്വാമി ഒന്ന് ഇവനെ ഉപദേശിച്ച് നേരെയാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട സ്വാമി ആ കുഞ്ഞിനെ നോക്കി കുറച്ചേരം നിന്നതിന് ശേഷം പറയുണ്ടായി, നിങ്ങൾ പോയിട്ട് അടുത്ത ആഴ്ച വരൂ എന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയും മോനും അവിടുന്ന് പോയി. പിന്നീട് എന്താണ് ഈ പറഞ്ഞ പോലെ ഒരാഴ്ചക്ക് ശേഷം ഈ അമ്മയും മോനും വന്നപ്പോ എന്താ സ്വാമി ആ കുഞ്ഞിനെ മടിയിൽ ഇരുത്തിയിട്ട് മധുരം കഴിക്കുന്നതിന്റെ ദോഷങ്ങളെ പറ്റിയിട്ടും അതുകൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയിട്ടും ദൂഷ്യഫലങ്ങളെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അമ്മയോടൊപ്പം ആ കുഞ്ഞിനെ പറഞ്ഞയച്ചു. അപ്പൊ ഇത് കണ്ടു നിന്ന സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാര് ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ചോദിക്കുകയുണ്ടായി, ഗുരു, ഇത് അവര് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ തന്നെ അവർക്ക് ഈ ഉപദേശങ്ങളൊക്കെ കൊടുക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇത്രയും വൈകിച്ചു എന്നുള്ളത്. അപ്പൊ ഗുരു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആ കുട്ടിയുടെ അമ്മ ഇവിടെ വന്ന് ഈ കാര്യം പറയുന്നത് വരെ എനിക്കും മധുരം കഴിക്കുന്ന ഒരു ദുശീലം ഉണ്ടായിരുന്നു. ഞാനും അമിതമായി മധുരം കഴിക്കുമായിരുന്നു. അപ്പോ ഞാൻ ആ കുട്ടിയെ ഉപദേശിക്കാൻ അർഹനല്ല. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ആ കുട്ടിയുടെ ദുശീലം എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയെ ഉപദേശിക്കാൻ അർഹനല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരാഴ്ച കാലത്തോളം മധുരം നിയന്ത്രിക്കുകയും മധുരത്തിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ഞാൻ അതിൽ നിന്ന് വിമുക്തനായതിനു ശേഷമാണ് ആ കുഞ്ഞിന് അതിന്റെ ദൂഷ്യഫലങ്ങളും അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു പാഠം കൂടെ അദ്ദേഹം തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ നമ്മൾ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്താനോ എന്തെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ, നമ്മൾ അതിന് യോഗ്യനാണോ എന്നും കൂടി ചിന്തിച്ചിട്ട് വേണം അത് ചെയ്യാനെന്നുള്ള ഒരു വലിയ പാഠം തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത വ്യക്തിയാണ് ആര്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഗുരുവിന്റെ ആശയങ്ങൾ, അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന തന്റെ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദ സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ്? രാമകൃഷ്ണ മിഷൻ. അപ്പോ സ്വാമി വിവേകാനന്ദനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. എന്തൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്? ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ്. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദ സ്ഥാപിച്ച സംഘടനയാണ് ഏത്? രാമകൃഷ്ണ മിഷൻ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയതയെ പറ്റിയിട്ടാണ്. ഇപ്പൊ നവോത്ഥാന നായകന്മാരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് ഇന്ത്യയെ പുതുയുഗത്തിലേക്ക് നയിച്ച പ്രധാന നവോത്ഥാന നായകന്മാരെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ ഇന്ത്യൻ ദേശീയതയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്താണ് ഇന്ത്യൻ ദേശീയത? മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ബോധമാണ് ഇന്ത്യൻ ദേശീയത. അതായത് എല്ലാ ഇന്ത്യക്കാരും, അത് ജാതീയപരമായിട്ടും ഭാഷാപരമായിട്ടും പ്രാദേശികപരമായിട്ടും ഒക്കെ മാറ്റി നിർത്തപ്പെടുകയാണെങ്കിൽ എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ബോധമാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, പിന്നെ അൽതാഫ് ഹുസൈൻ. ഇവരൊക്കെ
ആരൊക്കെയാണ് ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ, ഇവരൊക്കെ. അപ്പൊ എന്താണ് ഇന്ത്യൻ ദേശീയത? മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ബോധം, അതാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ, ഇവരൊക്കെ. ഇനി ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാന്നറിയോ? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ഇന്ത്യൻ ദേശീയതയുടെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ ദേശീയതയുടെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനകൾ, 3 പ്രധാന സംഘടനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാ? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ദേശീയതയുടെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ എന്നൊക്കെ. അടുത്ത നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്നാണെന്നറിയോ നിങ്ങൾക്ക്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. നിങ്ങൾക്ക് ഈ 1800 എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്ന് പഠിച്ചാലും മതി. അപ്പൊ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്? 1885 ഡിസംബർ 28-ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്നറിയോ? തേജ്പാൽ സംസ്കൃത കോളേജ്, ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൽ 72 പേരോളമായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 72 പേരാണ്. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജി ആയിരുന്നു. WC ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത് ആരാ? A.O. ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. A.O. ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത്. അതിനു മുന്നായിട്ട് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഞാൻ നേരത്തെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ അല്ലെ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും, അത് ഒരു കാര്യം. അതേപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇങ്ങനെയൊക്കെ ഇവര് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ മാത്രം എന്താ എടുത്തു പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം അന്നത്തെ കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്കിടയിലെ ശത്രുത ഒന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ്, അതായത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിലുള്ള ശത്രുത അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കള് ഇതുപോലെയുള്ള പല കാര്യങ്ങളും പറയാനിടയായത്. അതായത് മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അപ്പോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്നാണ്? 1885 ഡിസംബർ 28-ന്, അല്ലെങ്കിൽ 1885 ഡിസംബർ 28-ന്. ആദ്യ സമ്മേളനം നടന്നതോ? തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ട്, ബോംബെയിലെ, ഇന്നത്തെ മുംബൈ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാ? 72. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത് ആരായിരുന്നു? A.O. ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇതില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗ പ്രസംഗത്തില് WC ബാനർജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്,
ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗ പ്രസംഗത്തില് WC ബാനർജി പറഞ്ഞത്? ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഇവിടെ ബ്രിട്ടീഷ് ആയിരുന്നു ഭരിച്ചിരുന്നത് അല്ലേ? അപ്പൊ എന്താ അവിടെ ഇന്ത്യക്കാരെയും അവരുടെ ഭരണത്തിൽ ഉൾക്കൊള്ളണം. അത് ബ്രിട്ടീഷുകാർ മാത്രം ഭരിച്ചാൽ പോരാ, ഇന്ത്യക്കാർക്കും ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് WC ബാനർജി ഇങ്ങനെ ഒരു കാര്യം ആ പ്രസംഗത്തിൽ പറയാനിടയായത്. ഇനി ദേശീയ പ്രസ്ഥാനങ്ങളാണ് കേട്ടോ അടുത്തത് പറയാൻ പോകുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നാണ്. സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. അപ്പൊ അതായത് ഇവര് സമരം ചെയ്ത രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം മിതവാദ ദേശീയതയുടെ കാലഘട്ടം, രണ്ടാമത്തെ തീവ്ര ദേശീയതയുടെ കാലഘട്ടം, 3 ഗാന്ധിയൻ കാലഘട്ടം. ഇങ്ങനെ 3 രീതിയിലാണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ദേശീയ പ്രസ്ഥാനങ്ങൾ? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് 3 ഘട്ടങ്ങൾ? മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. എക്സ്ക്യൂസ് മീ. അടുത്തത് ഇനി നമുക്ക് ഈ മിതവാദ ദേശീയത അതെന്താന്ന് എടുത്തു പഠിക്കാം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1905 വരെയാണ്. എവിടെ മുതൽ എവിടെ വരെ? മിതവാദ ദേശീയതയുടെ കാലഘട്ടമാണ് 1885 മുതൽ 1905 വരെ. മിതവാദ ദേശീയതയുടെ കാലത്തെ പ്രധാന നേതാക്കളായിരുന്നു ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ഇവരൊക്കെ മിതവാദ ദേശീയതയുടെ കാലത്തെ പ്രധാന നേതാക്കൾ. ആരൊക്കെ? ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ഇതെന്താ സംഭവം എന്നറിയോ? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായതെങ്ങനെ എന്നുള്ള മിതവാദി ദേശീയ നേതാക്കളുടെ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായതെങ്ങനെ എന്നുള്ള മിതവാദി ദേശീയ നേതാക്കളുടെ പഠനങ്ങളാണ് എന്ത്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്താ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളാണ് എന്താണ് ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത് പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അപ്പൊ ഈ മിതവാദ ദേശീയതയിലെ നേതാക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട് എന്താണ് ശ്രമിച്ചിരുന്നത്? പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചിരുന്നത്. അപ്പൊ മിതവാദ ദേശീയത എന്താണ്? മിതവാദ ദേശീയതയുടെ കാലഘട്ടം 1885 മുതൽ 1905 വരെ. മിതവാദ ദേശീയതയുടെ കാലത്തെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായതെങ്ങനെ എന്നുള്ള മിതവാദി ദേശീയ നേതാക്കളുടെ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത്. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. ഇനി നമുക്ക് വേറൊരു സംഭവം പഠിക്കാനുണ്ട്. ചോർച്ച സിദ്ധാന്തം. അത് ദാദാബായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ഈ ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്താണ് ചോർച്ച സിദ്ധാന്തം? അതിന്റെ പേര് തന്നെ ഉണ്ട്, ചോർത്തിക്കൊണ്ട് പോവുക. അത് കണ്ടുപിടിക്കാൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചതാണ് ഈ ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നത്.
ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ശമ്പളമായും സമ്മാനമായും നികുതിയായും ഒക്കെ പലതരത്തിൽ ചോർത്തിക്കൊണ്ടു പോകുന്നതാണെന്ന് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമായിരുന്നു എന്ത് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ചോർച്ചാ സിദ്ധാന്തം? ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്കു പല വിധത്തിൽ പോകുന്നതായിരുന്നു എന്ന് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമായിരുന്നു അത്. പേര് തന്നെ ഉണ്ടല്ലോ ചോർച്ചാ സിദ്ധാന്തം. അപ്പൊ ഈ ചോർച്ചാ സിദ്ധാന്തം ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെ ആണെന്നാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ് കേട്ടോ. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്കു ശമ്പളമായും സമ്മാനമായും നികുതിയായും ഒക്കെ പലതരത്തിൽ ചോർത്തിക്കൊണ്ടു പോകുന്നതാണെന്ന് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തമാണിത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് തീവ്രദേശീയതയാണ്. തീവ്രദേശീയത എന്താണ്? തീവ്രദേശീയത ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച പുതിയൊരു കാലഘട്ടം അറിയപ്പെടുന്നത് തീവ്രദേശീയതയുടെ കാലഘട്ടം എന്നാണ്. എങ്ങനെ? ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച പുതിയൊരു കാലഘട്ടം അതറിയപ്പെടുന്നത് തീവ്രദേശീയതയുടെ കാലഘട്ടം എന്നാണ്. ഈ തീവ്രദേശീയത കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളായിരുന്നു ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്. ഇവരെ ലാൽപാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെ? ബാലഗംഗാധര തിലക്, പിന്നെ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, പിന്നെ അതേപോലെ ലാലാ ലജ്പത് റായ്. ഇവരെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ തീവ്രദേശീയതയുടെ മുഖ്യ നേതാവ് ബാലഗംഗാധര തിലക് ആയിരുന്നു കേട്ടോ. തീവ്രദേശീയതയുടെ മുഖ്യ നേതാവ് ബാലഗംഗാധര തിലക് ആയിരുന്നു. ലോകമാന്യ എന്നറിയപ്പെട്ടിരുന്നത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക് ലോകമാന്യ എന്ന് പറഞ്ഞൊരു പേരിലും അറിയപ്പെട്ടിരുന്നു. ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങളാണ് മറാത്തയും കേസരിയും. കേസരി, മറാത്ത ഈ രണ്ട് പത്രങ്ങൾ ആരുടെയാണ്? ബാലഗംഗാധര തിലകിന്റെ ആണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മിതവാദ ദേശീയതയും തീവ്രദേശീയതയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മിതവാദികൾ, അതിന്റെ പേര് തന്നെ ഉണ്ട് മിതമായിട്ടുള്ള, അത് മിതവാദികൾ എന്ന് പറഞ്ഞാൽ അവര് ശാന്തമായ ഒരു തരത്തിലുള്ള സമര രീതികളായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ ഈ പൊതു ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരാതികളും പ്രമേയങ്ങളും അങ്ങനത്തെ തരത്തിലുള്ള പിന്നെ ചെറിയ ചെറിയ കുട്ടിയ സമരങ്ങളും ഒക്കെ നടത്തുക മാത്രമാണ് ഈ മിതവാദ ദേശീയതയിലുള്ള നേതാക്കൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രം പോരാ, കുറച്ച് തീവ്രവാദം കൂടെ ഉണ്ടെങ്കിൽ അവനവന് അവകാശപ്പെട്ട സ്വാതന്ത്ര്യം കിട്ടുള്ളൂ എന്നുള്ള ഒരു വിഭാഗക്കാരായിരുന്നു ഈ തീവ്രദേശീയതയിലുള്ളവര്. അതായത് ആരൊക്കെ? ഈ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്, ഇവരൊക്കെ. അതായത് ഇവരെ തീവ്ര സംഘടന, തീവ്രവാദികൾ എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഇത് എല്ലാം ബോംബിട്ട് തകർക്കുന്ന അങ്ങനത്തെ തീവ്രവാദികളല്ല ഇവര്. അതേപോലെ അക്രമകാരികളാണ്. അതായത് അക്രമണത്തിലൂടെ ഇങ്ങനെ പ്രമേയങ്ങളും ഇതേപോലെ പരാതികളും സമർപ്പിച്ചുകൊണ്ടിരുന്നാലൊന്നും സ്വാതന്ത്ര്യം കിട്ടത്തില്ല. അവനവന്റെ അവകാശം നേടിയെടുക്കണമെങ്കിൽ കുറച്ചൊക്കെ കലാപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലേ നടക്കുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ആര്? ഈ പറയുന്ന തീവ്രദേശീയതയുടെ നേതാക്കൾ എന്ന് പറയുന്നത്. ഇവരെ പിന്തുണച്ചത് ഇവരാണ്. ആരും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ വളരെ പിന്തുണയായിരുന്നു ഈ ഒരു കാര്യത്തിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു, ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗാന്ധിജി അഹിംസ എന്ന് പറഞ്ഞ മാർഗത്തിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ശാന്തമായ സമര രീതികളും അങ്ങനെ നയിച്ചാണ് അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസിനെ സംബന്ധിച്ചിടത്തോളം ഹിംസയായിരുന്നു, അഹിംസയല്ല ഹിംസിക്കുക. അദ്ദേഹം ആ ഒരു ലൈനിന്റെ ആളായിരുന്നു. അതായത് കുറച്ച് കലാപങ്ങളും അതേപോലെ കുറച്ച് കൊന്നൊടുക്കിയാലൊക്കെ ഈ സംഭവം കിട്ടുള്ളൂ, അതായത് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായിരുന്നു അദ്ദേഹം. വിശ്വാസമല്ല, അദ്ദേഹം അങ്ങനെയാണ്. കാരണം ഇത്രയേറെ ക്രൂരത നമ്മളോട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് തിരിച്ചു ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്താഗതിക്കാരനായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ.
അപ്പൊ ഈ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാല് ഗാന്ധിജിയെക്കാട്ടിലും ഫാൻസ് സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ പോകും. കാരണം എല്ലാവർക്കും ഈ വയലൻസ് എന്ന് പറയുന്ന സംഭവം, അദ്ദേഹം വയലൻസ് കാട്ടിയിരുന്നത് നല്ല കാര്യങ്ങൾക്കാണ് കേട്ടോ, അല്ലാതെ അത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ടുള്ള വയലൻസുകളാണ് അദ്ദേഹം കാട്ടിയിരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞിരുന്ന ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എത്രത്തോളം എന്താണ് ഇത് മീൻസ് ആ ഒരു എത്രത്തോളം തീവ്രമായിട്ടുള്ള ചിന്താഗതിക്കാരനായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ബാലഗംഗാധര തിലക് പറഞ്ഞൊരു കാര്യമാണ്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന്. അതായത് സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്റെ ജന്മാവകാശമാണ്, അദ്ദേഹം അത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ബാലഗംഗാധര തിലക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് തീവ്ര ദേശീയത? ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച പുതിയൊരു കാലഘട്ടം അറിയപ്പെടുന്നത് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നാണ്. തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളാണ് ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട്. തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളും അതേപോലെ തന്നെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ഇവരെ 3 പേരെയുമാണ്. ഇതില് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ് ലോകമാന്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരായിരുന്നു? ബാലഗംഗാധര തിലകായിരുന്നു. ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങളാണ് മറാത്തയും കേസരിയും. മറാത്തയും കേസരിയുമാണ് ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങൾ എന്ന് പറയും. ഈ മറാത്ത ഇംഗ്ലീഷിലും കേസരി മറാത്തയിലുമായിരുന്നു കേട്ടോ. ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങളിൽ മറാത്ത ഇൻ ഇംഗ്ലീഷ്, മറാത്ത ഇംഗ്ലീഷിലും കേസരി ഇൻ മറാത്ത, കേസരി മറാത്ത ഭാഷയിലുമായിരുന്നു. ഇനി ബംഗാൾ വിഭജനം, അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ബംഗാൾ വിഭജനം. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, ആദ്യമായിട്ട് ഇവർ കീഴടക്കിയത്, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കീഴടക്കിയത് ഏതാണ്? ബംഗാളാണ്. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ബംഗാളിനെ 2ആയി വിഭജിച്ച വർഷമാണ് 1905. 1905 ബംഗാളിനെ 2ആയി വിഭജിക്കുകയുണ്ടായി. ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആയിരുന്നു കേഴ്സൺ പ്രഭു. കേഴ്സൺ പ്രഭു ആയിരുന്നു ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി എന്ന് പറയുന്നത്. ഇനി ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളാണ് എന്തൊക്കെ പ്രതിഷേധങ്ങളായിരുന്നു എന്നറിയോ നടന്നത്? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, വിദേശ വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. എന്തൊക്കെയാണ് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ഇതിൽ വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു എന്ന് പറയുന്ന ഈ ഒരു കാര്യമില്ലേ, ഇത് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത്, ഈ ബംഗാൾ വിഭജനത്തിന്റെ ഒരു സമയത്ത്, ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിന്റെ സമയത്ത് ഈ വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയുണ്ടായി. അങ്ങനെ തീയിട്ട് നശിപ്പിക്കുന്ന സമയത്ത് കുട്ടിയായിരുന്ന ഇന്ദിരാഗാന്ധി, അതായത് പ്രായപൂർത്തിയായിട്ടില്ല, കുട്ടിയായിരുന്ന ഇന്ദിരാഗാന്ധി ഈ വിദേശ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്ന അടുത്തേക്ക് വരികയും തന്റെ മനോഹരമായിട്ടുള്ള ഒരു ഗൗണ്, ഒരു ഉടുപ്പ് ആ തീയിലേക്ക് ഇട്ട് നശിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ എല്ലാവരും അതിൽ ഭയങ്കര ആർത്ത് വിളിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുകയുണ്ടായി. ഒരു കൊച്ചുകുട്ടിയിൽ നിന്നുണ്ടായ ഒരു പ്രവണതയാണത്. അപ്പൊ പെട്ടെന്നാണ് അവിടെ നിന്ന് ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് തന്റെ കയ്യിലിരിക്കുന്ന പാവക്കുട്ടിയിലേക്ക്, അതായത് ഇന്ദിരാഗാന്ധിയുടെ കയ്യിലിരിക്കുന്ന പാവക്കുട്ടിയിലേക്ക് ശ്രദ്ധ പോകുന്നത്. ആ പാവക്കുട്ടി ഇതായിരുന്നു, ഫോറിൻ കൺട്രിയിൽ ഉണ്ടാക്കിയ പാവക്കുട്ടിയായിരുന്നു. അപ്പോ അത് കണ്ടപ്പോൾ ആ ആർപ്പുവിളി പെട്ടെന്നൊന്ന് നിലച്ചു. അപ്പൊ എല്ലാവരും തന്റെ പാവയിലേക്കാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി വളരെ വേദനയോട് കൂടി, അതായത് താൻ ഉറങ്ങുമ്പോൾ പോലും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന തന്റെ പാവയെ ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് കളയാണ് ചെയ്തത്. ഭയങ്കര അതികഠിനമായ വേദനയോട് കൂടിയിട്ട് വലിച്ചെറിയുകയാണ് ചെയ്യേണ്ടായത്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോവുകയുണ്ടായി. അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്നറിയോ? അതായത്
തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് തനിക്ക് വലുത് എന്ന് ചെറുപ്പത്തിൽ തന്നെ അടിയുറച്ച് വിശ്വസിച്ച ഒരു വനിതയായിരുന്നു ഇന്ദിരാഗാന്ധി. അതാണ് തന്റെ പ്രാണന്റെ പ്രാണനായി കണ്ട ആ പാവക്കുട്ടിയെ പോലും ആ ഒരു തീയിലേക്ക് ഇടാൻ അവര് തുനിഞ്ഞത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇനി അടുത്ത പോയിന്റ്സ്, ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം ഏതായിരുന്നു എന്നറിയോ? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം ഏതായിരുന്നു? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ശർക്കരയാണ് കേട്ടോ. എങ്ങനെ? വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ശർക്കരയാണ്. അതായത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാൻ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വർഷമാണ് 1905. ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആയിരുന്നു ആര്? കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണ്? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, വിദേശ വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്താണ്? ശർക്കര ഉപയോഗിക്കാൻ. എക്സ്ക്യൂസ് മീ. ഈ 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു റിസ്ലെ എന്ന് പറയുന്നത്. റിസ്ലെ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. അപ്പോ ഇവര് ബംഗാൾ വിഭജിക്കാൻ ഇടയായ കാരണം എന്താണ്? അതായത് ബംഗാൾ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ അതൊരു ശക്തിയാണ്. അപ്പൊ ഈ ബംഗാളിനെ വിഭജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ശക്തി കുറയും. അങ്ങനെ ഈ ബ്രിട്ടീഷ് ഭരണത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നതും ഈ ബംഗാൾ വംശജരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നാണ് ഇവര് വിശ്വസിച്ചത്. ആര്? ബ്രിട്ടീഷുകാര് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇവര് ബംഗാളിനെ വിഭജിക്കാന് തീരുമാനമെടുത്തത്. എന്താണ് 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ പറഞ്ഞത്? ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് പറഞ്ഞ വ്യക്തി റിസ്ലെ. അദ്ദേഹം 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. അതേപോലെ തന്നെ ഈ ബംഗാൾ വിഭജനത്തിനെ പറ്റിയിട്ട് രവീന്ദ്രനാഥ ടാഗോർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാകുന്നതുമായ രണ്ടു അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. എന്താണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും എന്നാണ് കേട്ടോ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാകുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത നമ്മള് സർവേന്ത്യ മുസ്ലിം ലീഗിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. സർവേന്ത്യ മുസ്ലിം ലീഗ് ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ഇത്. സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. സർവേന്ത്യ മുസ്ലിം ലീഗ് എന്താണ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. 1906 ഇത് രൂപം കൊണ്ടത്. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം ധാക്കയാണ്. ധാക്കയിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്.
ഇനി സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളാൻ നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു എന്നറിയോ? അഗഖാൻ, നവാബ് സലീമുള്ള ഖാൻ. ഇവർ രണ്ടുപേരുമായിരുന്നു. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളാൻ നേതൃത്വം നൽകിയവരായിരുന്നു അഗഖാനും നവാബ് സലീമുള്ള ഖാനും. അപ്പൊ നമ്മൾ സർവേന്ത്യ മുസ്ലിം ലീഗിനെ പറ്റിയിട്ട് എന്തൊക്കെയാ പറഞ്ഞത് ഇപ്പോ? സർവേന്ത്യ മുസ്ലിം ലീഗ് ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഘടനയാണ്. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം 1906 അതേപോലെ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം ധാക്ക. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളാൻ നേതൃത്വം നൽകിയവരായിരുന്നു അഗഖാനും നവാബ് സലീമുള്ള ഖാനും. അടുത്ത് നമുക്ക് സൂറത്ത് പിളർപ്പിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. സൂറത്ത് പിളർപ്പ്, നിങ്ങൾ സൂറത്ത് പിളർപ്പ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് സൂറത്ത് പിളർപ്പ്, അതിന്റെ പിന്നിൽ എന്തുകൊണ്ടാണ് പിളർന്നത് എന്നൊക്കെ ഉള്ളത് അറിയണ്ടേ? സൂറത്ത് പിളർപ്പ് എന്ന് പറഞ്ഞാൽ 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് സൂറത്തിൽ വെച്ചിട്ടായിരുന്നു. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? സൂറത്തിൽ വെച്ചിട്ടാണ്. മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പിളർന്ന സമ്മേളനമാണ് സൂറത്ത് സമ്മേളനം എന്ന് പറയുന്നത്. മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം എന്താണ്? കോൺഗ്രസ് പാർട്ടി രണ്ടായിട്ട് പിളർന്നു. അതാണ് സൂറത്ത് സമ്മേളനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഞാൻ നിങ്ങളോട് ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ, മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയിട്ട്. മിതവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാന രീതിയിൽ സമരമുറകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് അവരിങ്ങനെ പ്രമേയങ്ങൾ എഴുതുകയും എന്താണ് പിന്നെ പരാതികളും അങ്ങനെ എഴുതി ബ്രിട്ടീഷ് ഗവൺമെന്റിന് സമർപ്പിച്ച് അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവർ ഇത്രയും കാലം ഇവിടെ എന്താണ് ഭരിച്ചുകൊണ്ടിരിക്കുക, എല്ലാം മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താണ് പൊതു ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർക്ക് കത്തെഴുതി അല്ലെങ്കിൽ പ്രമേയം സമർപ്പിച്ചിട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഒരു കാര്യം ഉണ്ടാവില്ല. അവരത് പരിഗണിക്കുക കൂടിയില്ല. മറിച്ച് ഈ തീവ്ര ദേശീയവാദികളുടെ വാദം എന്തായിരുന്നു? പല കലാപങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് എന്താ ചെയ്യാ, അതിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നല്ലാതെ ഇങ്ങനെ പ്രമേയങ്ങളും കാര്യങ്ങളും ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ഈ തീവ്ര ദേശീയവാദികളുടെ വാദം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയുണ്ടായിട്ട്, അതായത് ഒരു കൂട്ടർ കലാപങ്ങൾ ഉണ്ടാക്കണമെന്നും പ്രതിഷേധിക്കണമെന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടർ സമാധാനത്തിന്റെ മാർഗത്തിലൂടെ പോയാൽ മതി എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്നു. അപ്പൊ രണ്ടും തമ്മിൽ ക്ലാഷ് ആയപ്പോൾ ഇത് നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഈ തീവ്രവാദികൾ എന്താ ചെയ്തത്? ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏത്? സൂറത്തിലെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി. അവര് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നേക്കുമായി എന്താണ് വിട പറഞ്ഞു പോയി. അപ്പൊ അതാണ് മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പിളർന്ന സമ്മേളനം എന്ന് പറയാൻ കാരണം. സൂറത്ത് സമ്മേളനത്തിലാണ് ഇത് സംഭവിക്കുകയുണ്ടായത്. ഇനി കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞ ഈ പിളർപ്പ് അറിയപ്പെടുന്നത് സൂറത്ത് പിളർപ്പ് എന്നാണ്. അപ്പൊ കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞ ഈ ഒരു പിളർപ്പ് അറിയപ്പെടുന്നത് എന്താണ്? സൂറത്ത് പിളർപ്പ് എന്നാണ്. അപ്പൊ സൂറത്ത് പിളർപ്പ് 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് സൂറത്തിൽ വെച്ചിട്ടാണ്. മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പിളർന്ന സമ്മേളനമാണ് എന്ത്? സൂറത്ത് സമ്മേളനം. കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞ ഈ പിളർപ്പ് അറിയപ്പെടുന്നത് സൂറത്ത് പിളർപ്പ് എന്നാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഹോം റൂൾ പ്രസ്ഥാനമാണ്. ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകുമെന്ന ഉറപ്പിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ചു. അപ്പൊ ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകുമെന്ന ഉറപ്പില് കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തത്? ഒന്നാം ലോക മഹായുദ്ധത്തില് ബ്രിട്ടനെ സഹായിച്ചു എന്നാണ് പറയുന്നത്. ഒന്നാം ലോക യുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ഹോം റൂൾ പ്രസ്ഥാനമാണ്. എങ്ങനെ? ഒന്നാം ലോക യുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് എന്തായിരുന്നു? ഹോം റൂൾ പ്രസ്ഥാനമായിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു എന്നറിയോ? ബാലഗംഗാധര തിലകും ആനി ബെസന്റുമാണ്. ബാലഗംഗാധര തിലകും ആനി ബെസന്റുമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷമായിരുന്നു 1916. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം. ഐറിഷ് വനിതയായ ആനി ബെസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷമാണ് 1893. അപ്പോ ആനി ബെസന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യക്കാരിയല്ല, അവര് ഐറിഷ് വനിതയാണ്. അവര് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893.
അപ്പോ ഹോം റൂൾ പ്രസ്ഥാനം എന്താണ് പറയുന്നത്? ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകുമെന്ന ഉറപ്പിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ചു. ഒന്നാം ലോക യുദ്ധ സമയത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ഹോം റൂൾ പ്രസ്ഥാനമാണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിനു നേതൃത്വം നൽകിയവർ ബാലഗംഗാധര തിലകും ആനി ബെസന്റും. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷമോ 1916. ഐറിഷ് വനിതയായ ആനി ബെസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം 1893. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലക്നൗ സമ്മേളനമാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടന്ന വർഷം 1916. അതായത് ഈ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം തന്നെയാണ് ലക്നൗ സമ്മേളനവും നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടന്നത് 1916. സൂറത്ത് സമ്മേളനത്തിൽ വഴി പിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ്. അതായത് പിന്നീട് ഇവർക്ക് മനസ്സിലായി, എന്ത് മനസ്സിലായി? ഈ മിതവാദ പ്രസ്ഥാനം കൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടൂല. അപ്പൊ അതിനെന്താ, തീവ്രവാദികളും കൂടെ നിന്നാലേ കാര്യം നടക്കുള്ളൂ എന്ന് മനസ്സിലായി. ലക്നൗ സമ്മേളനത്തിൽ തീവ്രവാദികളെ തിരിച്ചു കൊണ്ടുവന്നു. അതായത് തീവ്ര ദേശീയവാദികളെ ആരൊക്കെ? ബാലഗംഗാധര തിലകിനെയും പിന്നെ ബിപിൻ ചന്ദ്രപാലിനെയും ലാലാ ലജ്പത് റായിനെയും പിന്നെ അവരുടെ കൂടെ വേറെ പലരും ഉണ്ട്. ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ഇവർ മൂന്ന് പേര് മാത്രമല്ല, ഇവരായിരുന്നു പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്. ഇതിന്റെ തലവൻ ബാലഗംഗാധര, തീവ്രദേശീയവാദികളുടെ തലവൻ ബാലഗംഗാധര തിലകായിരുന്നു. മിതവാദ ദേശീയതയുടെ തലവൻ എന്ന് പറയുന്ന ദാദാഭായ് നവറോജിയുമായിരുന്നു. അപ്പൊ ഇവരുടെ പുറകിൽ കുറെ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇവരെന്താ ഈ ഇതില് ലക്നൗ സമ്മേളനത്തില് തീവ്രവാദികളും മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു. സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. ഞാൻ പറഞ്ഞല്ലോ, സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച്. അപ്പോ 1906 രൂപം കൊണ്ട സർവേന്ത്യ മുസ്ലിം ലീഗ് എങ്ങോട്ട് വന്നു? ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരികയുണ്ടായി. അപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ, അതായത് അപ്പോ സമരങ്ങൾ നടക്കണമെങ്കിൽ എന്താണ്? തീവ്രവാദികൾ വേണം. അതുകൊണ്ടാണ് അവരെ തിരിച്ചു വിളിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനമായിരുന്നു ലക്നൗ സമ്മേളനം. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗുമായി ഒപ്പിട്ട ഉടമ്പടിയായിരുന്നു എന്തോ ലക്നൗ ഉടമ്പടി. ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഒരാള് ബാലഗംഗാധര തിലകാണ് കേട്ടോ. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗുമായി ഒപ്പിട്ട ഉടമ്പടിയായിരുന്നു ലക്നൗ ഉടമ്പടി. അതിൽ ഒപ്പുവെച്ച ഒരാള് ബാലഗംഗാധര തിലകായിരുന്നു. അപ്പോ എന്താണ് ലക്നൗ സമ്മേളനം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടന്ന വർഷമാണ് 1916. സൂറത്ത് സമ്മേളനത്തിൽ വഴി പിരിഞ്ഞു പോയ മിതവാദികളും തീവ്രദേശീയവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനവുമാണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗുമായി ഒപ്പിട്ട ഉടമ്പടിയായിരുന്നു എന്ത്? ലക്നൗ ഉടമ്പടി എന്ന് പറയുന്നത്. പക്ഷെ ഈ ബാലഗംഗാധര തിലക് എത്രയേറെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1-2 വർഷം മുന്നേ മരിച്ചു പോവുണ്ടായിട്ടോ. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അതേ പ്രായമായിട്ട് മരിക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. മരണത്തെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇനി കൊല്ലപ്പെട്ടതാണോ അതോ സ്വാഭാവിക മരണമായിരുന്നോ എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നേടുന്നത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് പോരടിച്ചിട്ടുണ്ട്, ഒരുപാട് ജയിലിൽ കിടന്നിട്ടുണ്ട്, കുറെ തല്ലുകൊണ്ടിട്ടുണ്ട്, അങ്ങനെ ഓരോന്ന് ചെയ്തിട്ടും അതാ ഞാൻ പറഞ്ഞ ഒരുപാട് പേരുടെ ത്യാഗമാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് നേടിത്തന്നെ. നമുക്കിപ്പോ ഇന്ത്യ മഹാരാജ്യത്തിൽ തല പൊന്തിച്ച് നടക്കാനുള്ള ഒരു ഗതി ഉണ്ടാക്കി തന്നത് ഇവർ ഓരോരുത്തരുമാണ്. അതിൽ പലവർക്കും തന്റെ ജീവിതം നഷ്ടപ്പെടുകയും പിന്നെ അതേപോലെ തന്നെ പി ബാലഗംഗാധര തിലകിനെ പോലുള്ള ആൾക്കാർ എത്രയേറെ പോരാടിയിട്ടും സ്വാതന്ത്ര്യം കാണാതെ മരിക്കാൻ ഇടവന്നതും ഒക്കെ വളരെ വേദനാജനകമായിട്ടുള്ള പല കാര്യങ്ങളുമാണ്. അപ്പോ എല്ലാവരും ഇവരുടെ ത്യാഗങ്ങളെയും ഇവരുടെ കഷ്ടപ്പാടുകളെയും ഇവർ സഹിച്ച വേദനകളെയും ഒക്കെ ബഹുമാനിക്കുക.
ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതില്. പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇനി സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ 7ാം ക്ലാസ്സുകാരുടെ 5ാമത്തെ ചാപ്റ്റർ ആണ് ഇത്. ഏത്? സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഒട്ടും താമസിയാതെ നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങാം. ഇപ്പോ സ്കൂളുകളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്. അത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? സമ്പൂർണ്ണ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ. സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് സമ്പൂർണ്ണ എന്ന് പറയുന്ന പദ്ധതി. ഇനി മേഖലകളും തൊഴിൽ ലഭ്യതയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോ പറയുന്നത്. അതായത് ഈ പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക് ഏതാണ്? മേഖലകളും തൊഴിൽ ലഭ്യതയും. എന്താണത് നോക്കാം നമുക്ക്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത് എന്താ? പ്രാഥമിക മേഖലയാണ്. അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങള് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്നു. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം ഉള്ളത് കൊണ്ട് പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് കാർഷിക മേഖല എന്നാണ്. അപ്പൊ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം ഏതിലാണ്? ഈ പ്രാഥമിക മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. ഇപ്പൊ പ്രാഥമിക മേഖലയ്ക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? കാർഷിക മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. അത് റീസൈക്ലിംഗ് ചെയ്യാൻ നമ്മൾ പറയുമല്ലോ. അപ്പൊ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ, അതായത് അതിൽ നിന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ, അത് റീസൈക്ലിംഗ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് എന്ത്? ദ്വിതീയ മേഖല. ഇത് വ്യവസായത്തിന് പ്രാധാന്യം ഉള്ളത് കൊണ്ട് ദ്വിതീയ മേഖല അറിയപ്പെടുന്നത് വ്യവസായിക മേഖല. അപ്പോൾ ദ്വിതീയ മേഖലയ്ക്ക് പറയുന്ന മറ്റൊരു പേരെന്താ? വ്യവസായിക മേഖല. അപ്പൊ പ്രാഥമിക മേഖലയ്ക്ക് പറയുന്ന മറ്റൊരു പേര് കാർഷിക മേഖല. അതേപോലെ തന്നെ ദ്വിതീയ മേഖലയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് വ്യവസായിക മേഖല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വ്യവസായത്തിന് പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ദ്വിതീയ മേഖല അങ്ങനെ അറിയപ്പെടുന്നത്. ഇനി പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖലയാണ് സേവന മേഖല എന്ന് പറയുന്നത്. അപ്പം പ്രാഥമിക ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും അതേപോലെ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് അതിനെ സേവന മേഖല എന്നും അറിയപ്പെടുന്നു. വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവ ഉൾപ്പെടുന്ന മേഖലയാണ് ഇത് സേവന മേഖല എന്ന് പറയുന്നത്. ഇപ്പൊ സേവന മേഖലയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT എന്നിവ ഉൾപ്പെടുന്ന മേഖല സേവന മേഖല. അടുത്തത് സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്ന മേഖലയാണ് തൃതീയ മേഖല. അപ്പൊ തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരും സേവന. അപ്പൊ ഈ സേവന മേഖല എന്ന് പറയുന്നത് തൃതീയ മേഖലയാണ് കേട്ടോ. അപ്പൊ തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സേവന മേഖല. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. എങ്ങനെ? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഈ 3 മേഖലകളും കൂട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത് ഏത് മേഖലയിലാണ്? പ്രാഥമിക മേഖലയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മേഖലകളും തൊഴിൽ ലഭ്യതയും എന്ന് പറയുന്നിടത്ത് പഠിക്കാനുള്ളത്. അപ്പൊ എന്താ നോക്കാം നമുക്ക്. അപ്പൊ ആദ്യത്തെ ഒരു പോയിന്റ് എന്തായിരുന്നു? സ്കൂളുകളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു സമ്പൂർണ്ണ. ഇനി മേഖലകളും തൊഴിൽ ലഭ്യതയും പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത് എന്തായിരുന്നു? പ്രാഥമിക മേഖല. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് പ്രാഥമിക മേഖല എന്നും, കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം ഉള്ളത് കൊണ്ട് പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് കാർഷിക മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയായിരുന്നു ദ്വിതീയ മേഖല. ഇനി വ്യവസായത്തിന് പ്രാധാന്യം ഉള്ളത് കൊണ്ട് ഈ ഒരു ദ്വിതീയ മേഖല അറിയപ്പെടുന്നത് വ്യവസായിക മേഖല എന്നാണ്. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖലയാണ് സേവന മേഖല.
വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവ ഉൾപ്പെടുന്ന മേഖലയാണ് സേവന മേഖല. സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്ന മേഖലയാണ് എന്ത്? തൃതീയ മേഖല. സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്ന മേഖല അറിയപ്പെടുന്നത് തൃതീയ മേഖല. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു മേഖല പേരെന്തായിരുന്നു? സേവന മേഖല. അപ്പൊ ഈ സേവന മേഖല എന്ന് പറയുന്നത് ഏതാണ്? തൃതീയ മേഖലയാണ്. ഈ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖലയിലാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSO എന്ന് പറയും. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSO. എന്താണ് CSO? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവ്വഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവ്വഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അത് CSOയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് അറിയോ? സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവരണ കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവരണ കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. എന്താണ് CSOയുടെ പ്രധാന ചുമതലകൾ? സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. അപ്പോ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSOയുടെ എന്താണ്? CSO കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവ്വഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ത്? CSO. പ്രധാന ചുമതലകൾ, CSOയുടെ പ്രധാന ചുമതലകളാണ് സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള CSOയുടെ വർഗീകരണമാണ് ട്ടോ. അപ്പൊ ഈ പ്രാഥമിക മേഖലകളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, ഇവയൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ദ്വിതീയ മേഖലയിലാണെങ്കിലോ വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. ദ്വിതീയ മേഖലയിലെ വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖല, അതായത് സേവന മേഖല, അവിടെ എന്താണ് ഉൾപ്പെടുന്നത്? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ് തൃതീയ മേഖലയിൽ വരുന്നത്? വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. ഒന്നുകൂടി നമുക്ക് നോക്കല്ലേ. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള CSOയുടെ വർഗീകരണമാണ് ഈ പറയുന്നത്. പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം. ദ്വിതീയ മേഖലയില് വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖലയില് വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, പിന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. അടുത്തത് നമുക്ക് ഭക്ഷ്യോൽപാദനം എന്ന് പറയുന്ന സബ് ടോപ്പിക് ആണ് നോക്കാനുള്ളത്. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നതിനുള്ള കാരണം എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
അതായത് ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ പല പ്രദേശങ്ങളിലും ഇപ്പൊ കൂടിയാണെങ്കിലും പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാല് വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. ഇത് രണ്ടുമാണ് ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നതിനുള്ള കാരണം. അതായത് വിതരണത്തിലെ അപാകത, സാധന സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അത്ര പ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണെന്ത് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. എന്താണ് ഭക്ഷ്യസുരക്ഷ? എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഭക്ഷ്യോൽപാദനം എന്താണ് ഭക്ഷ്യോൽപാദനത്തിനെ പറ്റി പറയുന്നത്? എക്സ്ക്യൂസ് മീ. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നതിനുള്ള കാരണം എന്താണ്? വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്ത് സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് എന്ത് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അടുത്തത് ദാരിദ്ര്യം എന്ന് പറയുന്ന മേഖല സെപ്പറേറ്റഡ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് ദാരിദ്ര്യം? ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പോ ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളില് 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഇപ്പൊ 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം എത്രയാണ്? 29.8%. ഏറ്റവും കൂടുതൽ പേർ ദാരിദ്ര്യം അനുഭവിക്കുന്നത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ് കേട്ടോ. 53.5% ആൾക്കാരാണ് ബീഹാറിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. ഏറ്റവും കുറവ് പേർ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അവിടെ 9.5% ദാരിദ്ര്യം അനുഭവിക്കുന്നവരുള്ളത്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ബീഹാറിലാണ്. ഏറ്റവും കുറവോ ഹിമാചൽ പ്രദേശിലും. കേരളത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ 12% ആൾക്കാർ ദാരിദ്ര്യത്തിലാണ് കേരളത്തില്. അപ്പോ ദാരിദ്ര്യത്തെ പറ്റി എന്താണ് പറയുന്നത്? ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഏറ്റവും കൂടുതൽ പേർ ദാരിദ്ര്യം അനുഭവിക്കുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. 53.5%. ഏറ്റവും കുറവ് പേർ ദാരിദ്ര്യം അനുഭവിക്കുന്നതോ ഹിമാചൽ പ്രദേശിലോ 9.5%. കേരളത്തിലാണെങ്കിൽ 12% പേർ ദാരിദ്ര്യം അനുഭവിക്കുന്നു. അടുത്തത് ഭക്ഷ്യസുരക്ഷാ പര്യാപ്തത, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് എന്ന് പറയൂ കേട്ടോ അതിന് ഇംഗ്ലീഷില്. എന്താണ് ഭക്ഷ്യസുരക്ഷയല്ല, ഭക്ഷ്യസ്വയം പര്യാപ്തത, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്താണ് ഭക്ഷ്യസ്വയം പര്യാപ്തത? ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്തു തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പ്രാപ്തമാണെന്ന് പറയാം. അപ്പൊ എന്താണ് ഭക്ഷ്യസ്വയം പര്യാപ്തത? ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പ്രാപ്തമാണെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് വിശദീകരണമൊന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താന്നുള്ളത്, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ളത്. അടുത്തത് പറയാൻ പോകുന്നത്
സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളുമാണ്. അതിലെ സർക്കാർ പദ്ധതികൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പിന്നെ സ്വർണ ജയന്തി ശിഹാരി റോസ്ഗാർ യോജന. ഇവയൊക്കെയാണ് എന്ത് സർക്കാർ പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോ സർക്കാർ പദ്ധതികൾ ഏതൊക്കെയാണ്? അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ ജയന്തി ശിഹാരി റോസ്ഗാർ യോജന. ഈ സർക്കാർ പരിപാടികൾ എന്തൊക്കെയാണ്? സംയോജിത ശിശുവികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. സർക്കാർ പരിപാടികൾ എന്തൊക്കെയാണ്? സംയോജിത ശിശുവികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഒന്നുകൂടി നമുക്ക് നോക്കല്ലേ. സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളുമാണ് സർക്കാർ പദ്ധതികൾ അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ ജയന്തി ശഹാരി റോസ്ഗാർ യോജന. സർക്കാർ പരിപാടികളാണെങ്കിലോ സംയോജിത ശിശുവികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. അടുത്തതായിട്ട് സർക്കാർ പദ്ധതികളാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോണേ ഓരോന്നും. സർക്കാർ പദ്ധതികളില് അന്നപൂർണ എന്ന് പറഞ്ഞാലേ സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. എന്തുകൊണ്ട്? അന്നപൂർണ കൊണ്ട്. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. അപ്പൊ എന്താണ് സർക്കാർ പദ്ധതികളിൽ അന്നപൂർണ ചെയ്യുന്നത്? സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. അടുത്തത് അന്ത്യോദയ അന്ന യോജന. എന്താണ് അന്ത്യോദയ അന്ന യോജന? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പ് 2 രൂപയ്ക്ക് നൽകുന്നു. അപ്പൊ അന്ത്യോദയ അന്ന യോജന എന്ന് പറഞ്ഞതിലൂടെ എന്താണ്? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനമാണ്. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പ് 2 രൂപയ്ക്ക് കൊടുക്കുന്നു. അടുത്തതായിട്ട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്താണ്? ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ 100 ദിവസത്തെ തൊഴിലുറപ്പാക്കുന്ന പദ്ധതി. അതുകൂടാതെ തന്നെ 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഇതൊക്കെയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ. എന്തൊക്കെയാണ്? ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ, 100 ദിവസത്തെ തൊഴിലുറപ്പാക്കുന്ന പദ്ധതി, 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. അടുത്തത് പറയാൻ പോകുന്നത് സ്വർണ ജയന്തി ശഹാരി റോസ്ഗാർ യോജനയെ കുറിച്ചിട്ടാണ്. എന്താണ് സ്വർണ ജയന്തി ശഹാരി റോസ്ഗാർ യോജന? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. സ്വർണ ജയന്തി ശഹാരി റോസ്ഗാർ യോജനയിലൂടെ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഒന്നുകൂടി നമുക്ക് നോക്കാം സർക്കാർ പദ്ധതികളും പരിപാടികളും രണ്ടാണ് കേട്ടോ. രണ്ടും ഒന്നല്ലേ, മനസ്സിലാക്കണം. സർക്കാർ പദ്ധതികളിൽ വരുന്നതാണ് ഒന്നാമത്തത് അന്നപൂർണയിലൂടെ എന്താണ്? സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. അന്ത്യോദയ അന്ന യോജനയിലൂടെയോ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം. മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പ് 2 രൂപയ്ക്ക്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ, 100 ദിവസത്തെ തൊഴിലുറപ്പാക്കുന്ന പദ്ധതി. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. സ്വർണ ജയന്തി ശഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് സർക്കാർ പരിപാടികളിലേക്ക് പോകാം. എന്തൊക്കെയാണ് സർക്കാർ പരിപാടികൾ എന്നുള്ളത്?
സംയോജിത ശിശുവികസന പരിപാടി അംഗനവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിനു താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭിക്കുന്നു. എന്താണ് സംയോജിത ശിശുവികസന പരിപാടിയിലൂടെ നടപ്പിലാക്കുന്നത്? അംഗനവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിനു താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭിക്കുന്നു. അടുത്തത് ഉച്ചഭക്ഷണ പരിപാടി. എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ എല്ലാ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം. സ്കൂൾ മുഖേന പോഷക മൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. ഉച്ചഭക്ഷണ പരിപാടിയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം. സ്കൂൾ മുഖേന പോഷക മൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. അടുത്തത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അപ്പോൾ എന്താണ് സർക്കാർ പരിപാടികൾ? ഒന്നും കൂടി നമുക്ക് നോക്കാം. സംയോജിത ശിശുവികസന പരിപാടിയിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത്? അംഗനവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിനു താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭിക്കുന്നു. ഉച്ചഭക്ഷണ പരിപാടിയോ എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം. സ്കൂൾ മുഖേന പോഷക മൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. അടുത്ത ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. Excuse me. അടുത്ത നമ്മൾ പൊതുവിതരണ സംവിധാനമാണ് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നൊക്കെ പറയൂ ട്ടോ. എന്താണ് പൊതുവിതരണ സംവിധാനം? ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് എന്ത്? പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പൊതുവിതരണ സംവിധാനം? ഇതാണ് ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് എന്ത്? പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഭക്ഷ്യസുരക്ഷാ നിയമം നമുക്ക് നോക്കാം. എന്താണ് ഭക്ഷ്യസുരക്ഷാ നിയമം? ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. അപ്പൊ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. അടുത്തതായിട്ട് പൊതുവിതരണ സംവിധാനങ്ങൾ. കേന്ദ്രം ലഭിക്കുന്ന വസ്തുക്കൾ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. അതിൽ ഈ പൊതുവിതരണ കേന്ദ്രത്തിലും ലഭിക്കുന്നത് എന്തൊക്കെയാണ്? അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ ഇവയൊക്കെയാണ്. ഹോർട്ടികോർപ്പിൽ ലഭിക്കുന്നത് പച്ചക്കറികളാണ്. പിന്നെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് ഇവിടെയൊക്കെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കുന്നു. അപ്പോൾ പൊതുവിതരണ സംവിധാനങ്ങൾ അതിന്റെ കേന്ദ്രങ്ങളും ലഭ്യമാക്കുന്ന വസ്തുക്കളും വേർതിരിക്കുമ്പോൾ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്നത് എന്തൊക്കെയാണ്? അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ ഇവയൊക്കെ. ഹോർട്ടികോർപ്പിലാണെങ്കിലോ പച്ചക്കറികൾ. ബാക്കിയുള്ളങ്ങളിലൊക്കെ അതായത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് ഇവിടങ്ങളിലൊക്കെ ആണെങ്കിൽ
എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കുന്നു. ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്ററും അവസാനിച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്റർ? ഇപ്പൊ നമ്മൾ പഠിച്ച സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്ററും അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡുകാരുടെ 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിന്റെ താഴെ രേഖപ്പെടുത്തുക കേട്ടോ. അതല്ലെങ്കിൽ ഇതില് ഇപ്പം ചാറ്റ്സിൽ പറഞ്ഞിട്ടാലും ഞാൻ എടുത്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ഓൾ. താങ്ക് യു.